കാപ്സ്യൂളിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് തലവേദനയാണ്. പ്രായഭേദമന്യേ പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മുടെ തലയുടെ രണ്ടു ഭാഗത്തും മാറി മാറി വരുന്ന ശക്തമായിട്ടുള്ള ഒരു തലവേദന, തല വിങ്ങുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയുന്നത്. സാധാരണ തലവേദനയിൽ നിന്നും വിട്ട് ഈ ഒരു മൈഗ്രെയിനെ സ്പെസിഫിക് ആക്കുന്നത് ഈ മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾക്ക് എക്സസീവ് ആയിട്ടുള്ള ലൈറ്റ്, ഭയങ്കരമായിട്ടുള്ള ലൈറ്റും പിന്നെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ കണ്ണിന് ഭയങ്കര ക്ഷീണം തോന്നും, ഒരു വസ്തുവിനെ രണ്ടായി കാണും. ഈ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ആ ഒരു സമയത്ത് കണ്ടുവരുന്നത്. ഇനി ഈ മൈഗ്രെയിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് എന്തെങ്കിലും പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു തലവേദന വന്നാൽ നിങ്ങൾ ആ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുക. കുറച്ചു നേരം ബ്രേക്ക് എടുത്ത് ഒത്തിരി ലൈറ്റും ശബ്ദവും ഒന്നും വരാത്ത ഒരു മുറിയിലോട്ട് കടക്കുക. എന്നിട്ട് കഴിയുമെങ്കിൽ തലയൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് നല്ലതായിരിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ നനഞ്ഞുണി നെറ്റിയിലിട്ട് കണ്ണടച്ച് ഒത്തിരി ചിന്തകളൊന്നും വരുത്താതെ മനസ്സിനെ അലട്ടുന്ന സ്ട്രെസ് ആക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ശാന്തമായ ആ മുറിയിൽ കിടക്കുന്നത് തന്നെയാണ് ഇതിന് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ പരിഹാരം. ഇനി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ചില ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് കണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഉറക്കത്തെ പറ്റി പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത്. ഒരു 7 മണിക്കൂറെങ്കിലും 7-8 മണിക്കൂർ ദിവസവും ഉറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ വരാതെ നോക്കാനായിട്ട് ഒത്തിരി സഹായിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് റിലാക്സേഷൻ തെറാപ്പി, അതായത് ബ്രീത്തിങ് എക്സസൈസ്, യോഗ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ്റെ അറ്റാക്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒത്തിരി ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളൊന്നും ഒരിക്കലും നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. ഇപ്പോൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും അവർക്ക് കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അവരോട് പറയാനുള്ളത് ബ്രേക്ക് കൊടുക്കുക. നമ്മൾ ഒത്തിരി നേരം കണ്ണിനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ ബ്രേക്ക് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അറ്റ് സ്ട്രെച്ച് കുറേ ടൈം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളോടും പറയാനുള്ളത് ബ്രേക്ക്, ഇന്റർവെൽ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കണ്ണിന് മാത്രമല്ല, നമുക്ക് ഒത്തിരി പഠിക്കാനും ഗ്രാസ്പ് ചെയ്തെടുക്കാനും ഇന്റർവെൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ മൈഗ്രെയിൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കും പറയാനുള്ളത് നല്ല ഇന്റർവെല് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില തണുത്ത വെള്ളത്തിൽ അരച്ചു ചേർത്ത് നെറ്റിയിൽ ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഈ ഒരു വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മൈഗ്രെയിൻ ഒക്കെ സഫർ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.